ഹലോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യണമെന്ന് കരുതി ഇപ്പം അനിയത്തി വന്നതുകൊണ്ട് ഞങ്ങൾ സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ പോകും. സ്കൂബ ഡൈവിംഗ് അല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കടലിൻ്റെ താഴെയൊക്കെ കണ്ട് സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യാൻ പോവുക. ഇങ്ങനെ വന്നേ, ഒരു കാര്യം കാണിച്ചു തരാം. ഫിസൂട്ടി ഒരു കോലാൻഡർ നിറയെ ഒരു സാധനവും കൊണ്ട് വരുന്നുണ്ട്. കാണുന്നുണ്ടോ? ഇതാണ് ഫിസ. ഫിസ ഒരു പാത്രം നിറയെ പൊങ്ങ് ഗായ്സ്. ഫിസ ഇതിൻ്റെ ഇംഗ്ലീഷ് പറ. എന്താ ഇതിൻ്റെ ഇംഗ്ലീഷ്? നമ്മളപ്പോ ഇവിടെ ആട്ടോ ഇറങ്ങാൻ പോവുക. ഇവിടെ നിന്ന് നമ്മൾ ബോട്ടിൽ പോവും. നേരത്തെ നിങ്ങൾ ഫാറ്റിൽ പോയിട്ടുണ്ടോ? ഫിസുട്ടി? അച്ചുക്കുട്ടി പോയിട്ടുണ്ടോ? അച്ചുക്കുട്ടി ബുർക്കൊക്കെ ഇട്ട് നന്നായി. എല്ലാവരും മാഷാല്ല പറയാട്ടോ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വെരി നൈസ്. അച്ചു പറ. മലയാളത്തിൽ പറ. രസമുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് ഇവർക്ക് ജാക്കറ്റ് വേണ്ട എന്നാണ്. അപ്പോൾ നമ്മൾ 2 ജാക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവരെങ്ങാനും അവിടെ നിന്ന് കരഞ്ഞ് നിലവിളിച്ചാലും ഞാനും പൊന്നും കൊടുക്കത്തില്ല. അപ്പോൾ നിങ്ങൾ സാക്ഷിയാണ്. ഇത് തെളിവ്. ഇപ്പം ഇവർ പറയും നിങ്ങൾക്ക് ജാക്കറ്റ് വേണോ? കേട്ടല്ലോ. ഇതാണ് സ്പീഡ് വെസൽ. ഇത് സ്പീഡ് വെസൽ എന്ന് വിളിക്കാൻ കാരണമുണ്ട് കേട്ടോ. നോർമൽ ഷിപ്പ് എടുക്കുന്നതിനേക്കാളും കുറഞ്ഞ ടൈം കൊണ്ട് നമുക്കിത് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും. സ്കിപ്പ് ജാക്കെന്നും ഇതിനെ പറയാറുണ്ട്. വേറൊരെണ്ണം വന്നുകൊണ്ടിരിക്കുക. വേറൊരു വെസൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ സൺബ്ലോക്ക് ഒക്കെ ഇട്ട് എല്ലാവരും റെഡി അല്ലേ ഫിസൂട്ടി? അച്ചുക്കുട്ടിക്ക് പിന്നെ സൺബ്ലോക്ക് ഒന്നും വേണ്ട. അച്ചുക്കുട്ടി ഓൾറെഡി നല്ല പർദ്ദയൊക്കെ ഇട്ട് സൺബ്ലോക്ക് ഒക്കെ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ സൺബ്ലോക്ക് ഒക്കെ ഇട്ട് നമ്മൾ റെഡിയായി. മാമനും വന്നു, പക്ഷെ മാമൻ എങ്ങോട്ട് പോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്കിനി ബോട്ടിൽ കയറുമ്പോൾ കാണാം. മാമൻ എത്തി. മാമൻ എന്നത് കുട്ടി, ബോട്ടിന്റെ കുട്ടി, ഗ്ലാസ്. മാമൻ ഫുൾ സെറ്റപ്പിലാണ് വന്നത്. വെറുതെ ഒന്ന് ഇട്ട് നോക്കിയില്ലേ ബാബാ. ഇതെന്താ കയറ്? എന്തിനാ കയറ്? ഓക്കെ, ആ കവറുണ്ട്. ഓക്കെ, ഞങ്ങളപ്പോ ഹിറ്റ്ലർ മാധവൻകുട്ടിയായ മാമനും ഞങ്ങൾ കസിൻസും പോകുന്നു. ബാഗിലോട്ട് ഇട്ടോളൂ. ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ബോറടിച്ച് പൊട്ട അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നടന്നു നീങ്ങുന്നു. കുട്ടി ബോട്ടിലാട്ടോ നമ്മൾ പോവാൻ പോകുന്നേ. വെസല് കാണുന്നുണ്ട്. എനിക്ക് വെയിലടിച്ചിട്ടേ ക്യാമറയുടെ സ്ക്രീനൊന്നും കാണാൻ പറ്റുന്നില്ല. ഇത് ക്യാമറ സാധനങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കുന്നുണ്ട്. എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. ഈ ബോട്ടിൽ പോകുന്നോണ്ട് നല്ല കടലുണ്ട് ഗായ്സ്. നോക്ക്, ബോട്ടൊക്കെ ഇളകുന്നത് നോക്ക്. ഓ ഗോഡ്, ഇത് ഇത്ര ഇളകുന്നത് നിങ്ങൾ പേടിക്കണം കേട്ടോ. ഈ വെസല് വന്ന് അവിടെ നിന്നതിന്റെ എഫക്റ്റ് ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അങ്ങനെയൊക്കെ വിശ്വസിക്കുക, പേടിക്കരുതാരും. ഓക്കെ, അപ്പൊ നമ്മള് ബോട്ട് കയറാൻ പോകട്ടോ. വെസല് ദേ നിക്കണോ? ഓക്കെ, ഓരോരുത്തരായിട്ട് ഇപ്പൊ കേറും. അങ്ങേ പോയി ഏറെ പിന്നെ തന്നെ. ഓക്കെ, നനഞ്ഞ് കയറുക. ആയത്തെക്കുറിച്ച് പോതെല്ലാരും. ഓക്കെ, അപ്പൊ നമ്മള് കേറാൻ പോകുന്നു. അങ്ങനെ ഞാൻ സാഹസികമായിട്ട് കേറി ഏറ്റവും ഫ്രണ്ടിലാട്ടോ ഞാൻ. ഞാൻ ഈ ക്യാമറ കാണുന്നില്ല, എന്റെ ഫേസ് കാണുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ ഫ്രണ്ടിൽ കയറിയിരിക്കുക. നമ്മൾ വലിച്ചോണ്ട് പോകുന്നു. എൻ്റെ ഉപ്പയുടെ വീട്ടിലൊക്കെ ബോട്ടുണ്ട് കേട്ടോ, പക്ഷെ ചോദിച്ചിട്ട് കാര്യമില്ല, തരത്തില്ല. ഉണ്ടെന്ന് പേരിന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചോദിച്ചൊന്നും നമ്മൾ കൊണ്ടുപോയില്ല. പിന്നെ ഉമ്മയുടെ വീട്ടിലും ബോട്ടുണ്ട്, മാമനും ബോട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ തറവാടിൻ്റെ സൈഡിലാണ്. അവിടെ ഇപ്പോൾ ഭംഗിയില്ല പോവാൻ, കടൽ കൊള്ളില്ലാവില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മാമൻ്റെ ഫ്രണ്ടിൻ്റെ ബോട്ട് വാങ്ങിയിട്ട് പോണത്. ഓക്കെ,
അതാണ് ടൂറിസ്റ്റ് ഹട്ട്. ഒട്ടും പേടിയില്ല. ഓക്കെ, മാമൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതെന്താ ചെയ്യുന്നത്? അതായത് നമ്മൾ ഈ തുഴയുന്ന ഈ സാധനം ഇല്ലേ, അത് ഈ സാധനത്തിൽ നിന്ന് വിട്ടു പോവാണ്ടിരിക്കാൻ വേണ്ടി അതിന് നമ്മളിങ്ങനെ കെട്ടും. അതിനുവേണ്ടി ചെയ്ത. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഓഹൈ 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 ഓഹൈ. നല്ല വെയിലാട്ടോ. സൺബ്ലോക്ക് ഒക്കെ ഏക്കോ എന്തോ. ഒരു വലിയ ബോട്ട് കണ്ടോ? ഇതുപോലത്തെ വലിയ ബോട്ടിലാണ് നമ്മൾ ചൂരയൊക്കെ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം ഉപ്പയുടെ വീട്ടിലുണ്ട്. പക്ഷെ ചോദിച്ചാൽ നമ്മൾ പോവാൻ സമ്മതിക്കില്ല. എന്നിട്ട് ഇപ്പം ഇവിടെ ഒന്നും കാണില്ല, ബാക്കിലൊന്നും ബോട്ട് കാണില്ല. അതെ, ബോയ് മാത്രമേ ഉള്ളൂ. മുക്കിപ്പേ. പക്ഷെ ഇതിപ്പോ റഫ് സീ പോലെ ആയി കിടക്കുക. നല്ല കാമായിരിക്കുന്നെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് കാണായിരുന്നു, കുറച്ചുകൂടെ സാധനങ്ങൾ. എനിക്ക് ക്യാമറയിലൊന്നും കാണുന്നില്ല. ഇത് ക്യാമറ ഓണാണോ? ഇത് എന്ത്? ഓക്കെ, ഓണാണ്. എന്റെ മാമൻ പണ്ടത്തെ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി. നമുക്ക് ഇനിയും കുറേ ദൂരം പോവാനുണ്ട്. എവിടെയും കര കണ്ടിട്ടില്ല. മാമൻ ഒറ്റയ്ക്ക് പാവം. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല സഹായിക്കാൻ. ഇതിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എണീറ്റാൽ ചിലപ്പോൾ താഴെ പോകും നമ്മൾ. അതുകൊണ്ട് അതെ, കപ്പലിൽ നിന്ന് ബോട്ട്. നമുക്ക് ഉപ്പിനൊക്കെ പോകും. ആ ബോട്ടിൽ വരുന്ന ആൾക്കാരൊക്കെ കാണുന്നുണ്ടോ? ഷിപ്പിൽ നിന്ന് വരുന്ന ആൾക്കാരട്ടോ. ഇത് പാറ ഗൈസ്. ഇതുണ്ടോ കളറ് കാണുന്ന? ഇതൊക്കെ പാറ കേട്ടോ. നമ്മളപ്പോൾ ഇവിടെ ഇതിനെ ആങ്കർ ചെയ്തിട്ട് നമ്മൾ കുളിക്കാൻ. നമ്മളല്ല, ഇവര് കുളിക്കാൻ പോകുന്നത്. അപ്പോൾ ദേ മീമി, നീലമീൻ. ഹായ്, ഡോറി ഏറ്റവും അത്. അപ്പൊ നീമോ ഉണ്ടാകും ഇവിടെ ഗൈസ്. ഡോറിനെ കണ്ടു നമ്മൾ. അപ്പൊ നീമോ ഈ പരിസരത്ത് തന്നെ ഉണ്ട് അവൻ. ഓക്കെ, അപ്പൊ മാമൻ ചാടാൻ പോകുന്നു. ഡോറി കണ്ട? ഡോറി ഡോറി. അത് ഡോറി അല്ല, മറ്റേ മീൻ. ഫക്കി കഴിച്ചോ സാധനങ്ങൾ. ഉമ്മാ തവക്കൽ തോലല്ല. അത് ശരിയായി, ശരിയായി. എല്ലാരും ഇപ്പുറത്തേക്ക് വെയിറ്റ് കൊടു. നമ്മളെ വെയിറ്റ് ശരിയാകാം. ഓക്കെ, മാമൻ ചാടി ഗൈസ്. മാമൻ ഇപ്പൊ നമ്മുടെ ബോട്ടിനെ വലിച്ചോണ്ട് പോകുന്നു. എന്റെ മുഖത്തോട്ടൊക്കെ വെള്ളം തെറിപ്പിച്ചിട്ടാ പോയത്. ഓ ഗോഡ്, തുളവാങ്ങായല. വെയിറ്റ്, ലെറ്റ് ഹിം ഫിനിഷ് ഹിസ് ജോബ്. പുള്ളിക്കാരൻ നമ്മൾ വിളിച്ച് നടക്കുന്നുണ്ട്. പാറയ്ക്ക് മേലെയാണ് നടക്കുന്നത്. പൊന്നും ജാക്കറ്റിലോട്ട് മാറിയിരിക്കുന്നു. ഫിസൂട്ടിയും അച്ചുകുട്ടിയും നീന്തൽ വിദഗ്ധർ ആയതുകൊണ്ട് അവർക്ക് ജാക്കറ്റ് വേണ്ട. അപ്പൊ പൊന്നു ചാടാൻ പോകുന്നു. എനിക്ക് നീന്താൻ അറിയില്ല, എനിക്ക് ഫ്ലോട്ട് ചെയ്യാൻ അറിയുള്ളൂ. പൊന്നു ചാടുന്നില്ലേ? പറഞ്ഞോളൂ, പറഞ്ഞു കൊടുക്കും. താളമല്ല, ആഴം. ഇങ്ങക്ക് എട്ടുകൊണ്ട് പോട്ട് ഇങ്ങ മുളുകി കൊണ്ടുപോകാൻ അവിടെ വരെ ആണോ? നമ്മൾ അവിടെ നിന്ന് തുഴയില് നിർത്തിയിട്ട് പിന്നെ ഈ പാറയുടെ മേലെ കൂടെ കേട്ടോ മാമൻ നമ്മളിങ്ങനെ വലിച്ച് നടക്കുക. ഓരോ പാറയിലോട്ട് ഇങ്ങനെ ജമ്പ് ചെയ്തിട്ട് നമ്മൾ അവിടെ വരെ പോവും. ആ ബാരിയർ വരെ പോവും. അതാണ് നമ്മുടെ ഈ ബില്ലവും ആഴക്കടലും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ബാരിയർ. അവിടെ വരെ നമ്മൾ പോവും ഇങ്ങനെ. നിങ്ങൾ ഇറങ്ങുന്നില്ല കുട്ടികളെ?
ഓക്കേ. തരയില വിട്ടിട്ട് ഓ ഹായ്. അപ്പോ നമ്മുടെ ലക്ഷദ്വീപുകാർ ഇതാ തുളക്കുകയാണ്. പറഞ്ഞോ ഏതും പറയില്ല. ക്യാമറയില്ല. നമ്മള് മാമനി കടത്തി വെട്ടി ഗൈസ്. ഇപ്പൊ മാമൻ ഇവിടെ ഇതാ ഞങ്ങളെ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകും. എളിയോളം മൂത്തോളം ഇവിടെ തുളക്കുകയാണ് ഗൈസ്. നേരത്തെ ഇങ്ങനത്തെ ഇതിലൊക്കെ വന്നിട്ട് അച്ചുകുട്ടീനാണ് കാച്ചുകുട്ടി ഇവരൊക്കെ തുളക്കുകയാണ് ഗൈസ്. അപ്പൊ ഇതാ നമ്മുടെ ജെട്ടി താരാ നമ്മുടെ നാട് ഇതാ പൊന്നതുള പോട്ട് തിരിയുണ്ട്. അച്ഛ കൊണ്ടുപോയി. ബദരംഗ് മേ സത്റംഗ യേ ഇഷ്ക് ഹേ ഇഷ്ക് കാ. നമ്മൾ എത്താറായി. ക്യാമറയിൽ കൈയെടുക്ക് വെച്ച്. പക്ഷെ ബാപ്പയെ കാട്ടാനാണ് ഗൈസ്. അതാണ് നമ്മുടെ കുപ്പ്. കാണുന്നുണ്ടോ? നാക്കിയും കഴിഞ്ഞ പിന്നെ എങ്ങനെ ഇല്ല അമ്മക്ക് കാണാം. പയ്യെ വീഡിയോ നോക്കിയാ കാണും. ഇനി വീഡിയോ നോക്കി ഏതും പറഞ്ഞ് കറുത്തേക്ക് ഫിസ് ചെയ്താ കൊട്ടും. നോ പ്രോബ്ലം. യെസ് ഇങ്ങോട്ട് കവർത്തി കപ്പൽ. ഈ ഇന്നുന്റെ തല അതിൽ വന്നു. ഞങ്ങളൊന്ന് പാവം മാമൻ ഒറ്റയ്ക്ക് ഞങ്ങളെയും വിളിച്ച്. ഞങ്ങളീ ഒഴിയുന്നൊക്കെ ചുമ്മാ ഷോ ഓഫ് ആട്ടോ. ഇതൊന്നും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുന്നില്ല മാമന്. മുട്ടിന്റെ നമ്മുടെ ബോട്ടിന്റെ താഴെ ഈ പാറയില് ഇതാവുന്നുണ്ട്. മാറ്റി വെക്കാം. നമ്മള് കൺഫ്യൂസ്ഡ് എവിടെ കുളിക്കണമെന്ന്. കാരണം ഇവിടെ ഒക്കെ പാറയാ, കോറല. അപ്പൊ നമുക്ക് സേഫ് ആണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഇടയിൽ ഈലൊക്കെ ഉണ്ടാവും. ചിലപ്പോ എനിക്ക് നല്ല പേടിയുണ്ട് ഇറങ്ങാനായിട്ട്. അപ്പൊ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം നമ്മൾ നോക്കാം കേട്ടോ ഇറങ്ങാൻ. അപ്പോ ഓക്കെ, ഇത് ഇവര് പൊങ്ങൊക്കെ കഴിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ഫിസൂട്ടി എന്തോ കളി കാണിക്കുന്നുണ്ട്. എന്തിനാ ചുമ്മാ ബുദ്ധിമുട്ടിക്കുന്ന മിണ്ടാതിരുന്നോ. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഫിസൂട്ടി പാവ ഇങ്ങനെ പറയാണ്ട പ്രൊമോഷൻ തരും. ഇത് ഒരെണ്ണം ഇരിക്കുന്ന ഒന്നും ചെയ്യത്തില്ല. ഈ ഞം ആക്കുന്നതിന്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞൂടെ. ഇതിനകത്തോട്ട് കളയില്ല, പുറത്തോട്ട് കളാം. അങ്ങടെ വീട്ടിലല്ല ഞങ്ങളുടെ വീട്ടില്. ഈ കൊച്ചുങ്ങളെ മലയാളം പഠിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പിന്നിലൊരു ഇല്ലുള്ള കുഞ്ഞി, അതായത് വയസ്സ് തികയാത്തൊരു പ്രായം. അതെ, പുതിയതൊരു സഹായമാണത്. ദേശം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ തുഴയിൽ. പൊന്നു ടീച്ചർ പറഞ്ഞു ഇത് കോറൽ അല്ല, ദിസ് ഈസ് ജസ്റ്റ് സ്റ്റോൺ. സോ ഓക്കെ, മാമൻ സ്റ്റോണിൽ ഇറങ്ങുന്നു. വെയിറ്റ്, ആദ്യം ഒരാൾ ഇറങ്ങി രണ്ടാളും ഒപ്പിച്ചിറങ്ങി. ഓക്കെ, ഇത് കണ്ടോ നമ്മുടെ ബാരിയർ. ഇതാണ് നമ്മുടെ ബില്ലവും പുറംകടലും തമ്മിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന, ദ്വീപിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ബാരിയർ ഈ കാണുന്നത്. കാല മാമന്റെ കാല് ബാരക്കിടയിൽ കുടുങ്ങി. എടുത്ത് കിട്ടിയോ? ഓക്കെ, അപ്പൊ നമ്മള് ഇവിടുന്ന് തിരിച്ചു പോവാ. എന്താന്നറിയോ, ഇപ്പൊ വെയില് ഇറക്കമായി കഴിയുമ്പോൾ വെള്ളമൊക്കെ പോകും. അപ്പൊ പോയി കഴിഞ്ഞാൽ ബോട്ട് ഇവിടെ നമ്മൾ കുടുങ്ങി കിടക്കും. പിന്നെ വെള്ളം വരാണ്ട് നമുക്ക് ബോട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെയൊക്കെ നിറച്ച് പാറയാ. സോ നമ്മൾ ആ നീല കളർ കാണുന്ന സ്ഥലത്ത് പോയി നമ്മൾ കുളിക്കാൻ പോവാ. കേട്ടോ, ഇന്നത്തെ കാലാവസ്ഥ കൊള്ളില്ല. മേഘം, മഴക്കാറ്. ഈ സൈഡില് മഴക്കാറും സൂര്യനും, ഈ സൈഡില് നല്ല തെളിച്ചവും. ആഹാ, അന്തസ്. ഈ ക്യാമറ ഓണാണോ? ആ അതെ, ഓണാണ്. എന്ത് കൽ നിങ്ങൾ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം.
കപ്പൽ ഇതുവരെ പോയിട്ടില്ല, പൊക്കൊണ്ടിരിക്കുക. സോ നമ്മളിവിടെ കുളിക്കാൻ പോവാ. അച്ചു ജംപ്. പേടിത്തൂരികൾ നോ. ഓക്കെ, പൊന്നുക്കുച്ച് ചമ്പാൻ പോകുന്നു. തുള്ളി വീട് ഞാൻ നിന്നത് പേടിക്കണ്ടിയ. പൊന്നു ഇറങ്ങിയിരിക്കുന്നു. ഷീസ് ഗോയിങ് ടു ലേ ഡൗൺ കടലിൽ. അതേ ഇങ്ങനെ. ഓഹേ, സലീം കുമാറിനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആ വെള്ളയിൽ കുളിക്കാൻ പോവാ. സത്യം പറഞ്ഞ കപ്പല് പോയിട്ടില്ല കേട്ടോ. ആൾക്കാർ ഇപ്പോഴും കയറ്റിക്കൊണ്ടിരിക്കുക. അതെ, ഒരു ബോട്ട് നിറച്ച് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക. അത് അവിടെ ഓൾറെഡി ഒരു ബോട്ട് വെയിറ്റിംഗ് ആണ്. ഓ ആ ശരിയാ, അവിടെ ഒരു കുപ്പ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയിരുന്ന ഇതിനേക്കാളും നല്ലപോലെ കാണായിരുന്നു. ഓക്കെ, നമുക്ക് കുളിക്കുന്ന വിശേഷങ്ങളിലോട്ട് പോകും. അയ്യേ, അതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. മാമൻ അവിടെ കിടന്ന് എന്താ കാണിക്കുന്നതെന്നറിയോ? അതായത് ഈ ബോട്ടിന്റെ കയറ് കൊണ്ടേ അവിടെ ഒരു കല്ലിൽ കെട്ടിയിടും. ഓക്കെ, കെട്ടാൻ പറ്റിയില്ല. അതിസാഹസികമായിട്ട് മാമൻ തോറ്റിരിക്കുന്നു. പക്ഷെ മാമൻ തോറ്റു കൊടുക്കുന്ന ടൈപ്പല്ല. വീണ്ടും ഇപ്പം മുഴുകുന്നത്. താഴോട്ട് പോയി കെട്ടുന്നതായിരിക്കും. വെള്ളം നല്ലപോലെ കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ മാമൻ ഈ കമ്പി എടുത്ത് കൊടുക്കുക. മാമൻ ഒക്ടോപ്പസ് നീരാളിനെ പിടിക്കാൻ പോവാം. ഓക്കെ, ഞാൻ ഈ വെള്ളം കോരിയിട്ട് നമുക്ക് തിരിച്ചു കടലിലോട്ട് ഇറങ്ങാം. അയ്യോ, എന്തൊക്കെയോ ഡയലോഗ് അടിച്ചിട്ട് എനിക്ക് ജാക്കറ്റ് വേണമെന്ന് പറഞ്ഞോളാം. പുറത്തേക്കുള്ള അച്ചുകുട്ടി പുറത്തിറങ്ങി. അപ്പൊ നായി വെച്ച് തോണി കാത്തളക്കും. എങ്ങനെയുണ്ട്? കൊള്ളാവോ?
The camouflage. ഇതിനെ കോലം ഇത് ഊഫല്ല മാറുത്തി. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇതിൻ്റെ എക്സ്പേർട്ട് ആയിരുന്നു. സോ അതെല്ലാം മാമന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചെയ്യുന്ന ഗ്രാൻഡ് ഫാദർ. എൻ്റെ ഉമ്മയും ചെയ്യട്ടോ. പക്ഷെ ഉമ്മ ഇങ്ങനെ താഴെ പോയിട്ടല്ല, അല്ലാണ്ട് ഷോറിലുള്ളതൊക്കെ എടുക്കുന്നത്. ഈ അപ്പൽ എന്നെ നോക്കുന്നു. ഒക്കെ ആയിരുന്നു ദേ ഇരിക്കുന്നു. അച്ചു നീന്തുന്നു. ദേ ഇരിക്കുന്നു. വെറും വിഡൽസ് മാത്രമേ ഉള്ളൂ. വീഡിയോ എടുത്ത് കാണാത്തേ ഏറി നിന്നോ അച്ചു, അല്ലെങ്കിൽ അച്ചു കീഴക്കത്തുള്ളൂ. അതിലോട്ട് പൊന്നു ഇതിനെ സാഹസികമായിട്ട് ഇടാൻ പോകുന്നു. പൊന്നു ശ്രദ്ധിച്ച്. ഈനാച്ച് കേറി ബാഗിളി. അതെന്നെ സാധനം? Seriously? I don't know what this is, but ഇതാണ് മറ്റേ. ഓക്കെ, അത് ഇട്, ബാഗിനൊക്കെ ഇട്. പൊന്നു അതിനെ ഉപദ്രവിക്കേ. മിനി സടക്കം. മാറ്. അങ്ങനെയാന്നുള്ളൂ. ആ പിന്നെ അതിനെ മുന്നിലൊക്കെ വേണ്ടി ഇത് പിന്നെ ലൈറ്റ് ഇത് കടലടി എടുക്കണ്ട. Looking like a wow.
ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അതിന്റെ ചെയ്തു മാമൻ. ഓക്കെ, സോ ടുഡേ വാസ് എ ഫൺ ഡേ. ഇതാണ് ഞങ്ങളുടെ പാർട്ടി. അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാ. അപ്പൊ ഫോണില് ചാർജും ഇല്ല. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയുള്ള. എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരും അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ ബൈ. നമ്മള് കെട്ടിയ ഹാങ്ങർ പോയിന്റ് ആണിത്. അത് നമ്മുടെ കൂടെ തിരിച്ചു വന്നിരിക്കുന്നു. പക്ഷെ നമ്മൾ എടുക്കില്ല കേട്ടോ, ഇതൊക്കെ പ്രൊട്ടക്റ്റഡ്. അപ്പൊ നമ്മളിത് കടലിൽ തന്നെ ഇട്ടിട്ട് പോകും. ഞങ്ങൾ നല്ല മനുഷ്യന്മാരാ. അതിസാഹസികമായി മാവൻ കയറിയിരിക്കുന്നു.